ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികം വാർത്തകളിൽ ഒന്നും നിറയാത്ത ഒരു നേതാവാണ് പഴയ LDF കൺവീനർ ആയിരുന്ന EP ജയരാജൻ. ജയരാജൻ കണ്ണൂരിലെ അതിശക്തനായ ഒരു നേതാവാണ്. അതുപോലെ പല വിഷയങ്ങളിലും അദ്ദേഹം പിണറായി ഭരണകാലത്ത് ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തർക്കങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ശോഭാ സുരേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച വിഷയം, അങ്ങനെ നിരവധി വിവാദങ്ങളിൽ, അതുപോലെ റിസോർട്ട് വിവാദം, അങ്ങനെ നിരവധി വിവാദങ്ങളിലും അപവാദങ്ങളിലും ഒക്കെ പെട്ട ഒരു വ്യക്തി കൂടിയാണ് EP ജയരാജൻ. അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ ഒരു 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 പ്രതികരണത്തിന്റെ, ഒരു പ്രത്യേക ഹാസ്യാത്മകമായ പ്രതികരണത്തിന്റെ ശരീരഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. പലപ്പോഴും അദ്ദേഹം ഇൻഡിഗോ കമ്പനിയുടെ വിമാനത്തിൽ കയറുകയും അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതും പിണറായിക്കെതിരെയുള്ള ആ വധശ്രമം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ, ആ കേസൊക്കെ അതിൽ വന്നിരുന്നു. അപ്പം അത്തരത്തിൽ ഒരു വിവാദമുണ്ടായ ആ കേസ് അത്തരത്തിൽ എഴുതിത്തള്ളാനാകില്ല എന്നുള്ള ഒരു നടപടി വരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന കേസിൽ CPM നേതാവ് EP ജയരാജനെതിരെ അന്വേഷണം നടത്തണം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേസ് എഴുതിത്തള്ളാനാവില്ല എന്ന തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. അത്തരത്തിൽ ഇപ്പം പിണറായി വിജയന്റെ പോലീസായിരിക്കും അന്വേഷിച്ചത്. പോലീസിലും അതുപോലെ വിവിധ മേഖലകളിലും ഇപ്പോഴും പിണറായിസം പിടിമുറുക്കിയിരിക്കുകയാണ്. CPM നേതാക്കൾ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലീസിലൊക്കെ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 2022 ജൂൺ 13 കേസിനാസ്പദമായ സംഭവം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ വന്ന അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജൻ തള്ളിയിടുകയായിരുന്നു. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും EPക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നാലെ ഇൻഡിഗോ വിമാനത്തിലെ യാത്ര EP ജയരാജൻ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പലതവണ ഇൻഡിഗോ അധികൃതർ EPയെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടിരുന്നു എങ്കിലും കയറില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ EP ജയരാജൻ ഡൽഹിക്ക് തിരിച്ചത് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു. അന്നാണ് ഇൻഡിഗോ ബഹിഷ്കരണം EP അവസാനിപ്പിച്ചത്. മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ അല്ലാതെ മറ്റൊരു സർവീസും അന്ന് ഉണ്ടായിരുന്നില്ല. എയർ ഇന്ത്യയോ മറ്റ് ഏജൻസികളോ ഒന്നും സർവീസ് നടത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാനമാർഗം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിഗോയെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയിട്ടതും അവിടെ പ്രശ്നമുണ്ടാക്കിയതും അതിന് നേതൃത്വം കൊടുത്തതും ഒക്കെ തന്നെ EP ജയരാജനാണ് എന്ന വാദത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും കോൺഗ്രസ്സാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി കൂടി, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന വിഷയത്തിൽ EP ജയരാജൻ കൂടുതൽ മറുപടി പറയേണ്ടി വരും, കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. അന്ന് കളിച്ച നാടകത്തിനൊക്കെ തന്നെ പകരം പല നാടകങ്ങളും ഇനിയിപ്പോൾ എഴുതി തയ്യാറാക്കി കളിക്കേണ്ടി വരുമോ എന്ന ഒരു ഭീതിയിലും ആശങ്കയിലുമാണ് സഖാവ് EP ജയരാജൻ എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.